ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വന്ന കിച്ചൺ. ഇന്ന് നമുക്ക് കേക്കിലേക്കുള്ള ക്രീം ചീസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീരിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ ക്രീം ചീസ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പാലെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാകും. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഒരേ സമയം മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. ഒരു 3-4 തവണയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ പാല് കേടിലാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാലിവിടെ നന്നായിട്ട് കേടിലായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ കേടിലായിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ ബൗളിലെ വെള്ളം ഒന്ന് മാറ്റുവാണ്. വെള്ളം കളയേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യമാണ്. പിന്നെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുത്താൽ നല്ല ഹെൽത്തിയാണ്. അടുത്തതായിട്ട് ബൗളിലേക്ക് ഞാൻ ഒന്നും കൂടി ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് പുളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ബൗളിലെ വെള്ളവും ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റും കൂടി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കേർഡിലായിട്ടുള്ള ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൈകൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. തുറന്നു നോക്കുന്ന സമയത്ത് ഇത് നന്നായി മിക്സായി വന്നിട്ടില്ല. അതുകൊണ്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുവാണ്. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് 10 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ക്രീം ചീസ് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് നല്ല വിലയാണ്. 200 ഗ്രാമിന് 220 രൂപയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് കേക്കിലേക്കുള്ള ക്രീം ചീസൊക്കെ ഇനി ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.